ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. വലിയ നോമ്പിൻ്റെ 2026 ആറാം പ്രഭാതം ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവർക്കും സന്തോഷമാണോ? ദൈവമക്കളെ, ഇന്നത്തെ ധ്യാനചിന്ത കാനാവിലെ കല്യാണ വീട്ടിൽ ആദ്യത്തെ അത്ഭുതം, ആദ്യത്തെ അടയാളങ്ങളുടെ ആരംഭം ആണ് എന്ന് യോഹന്നാൻ 2:11 നമ്മെ പഠിപ്പിക്കുകയാണ്. തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ആദ്യ അത്ഭുതമാണ് കാനാവിലെ കല്യാണ വീട്ടിൽ സംഭവിക്കുന്നത്. ഒരു വലിയ വേദനയും മാനഹാനികളും, മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നതും, മറ്റുള്ളവരുടെ മുമ്പിൽ തൻ്റെ തൊലി ഉരിഞ്ഞു പോകുന്നതുമായ നെടുവേർപ്പ് ഇടുന്ന ഒരു സന്ദർഭമാണ് ഒരു വിരുന്ന് ഭവനത്തിലെ അസ്വസ്ഥതകളൊക്കെയാണ് നേർക്കാഴ്ചയായി നാം കാണുന്നത്. അവിടെയാണ് പരിശുദ്ധ അമ്മയുടെ വാക്കുകളുടെ പിൻബലത്തിൽ ശിഷ്യന്മാർ അനുസരണമെന്ന പുണ്യത്തിലൂടെ യേശു പറഞ്ഞ വാക്കുകൾക്ക് പ്രത്യുത്തരമായിട്ടാണ് അത്ഭുതം സംഭവിക്കുക. നമുക്കറിയാം, ഈ ഒരു അത്ഭുതത്തിലൂടെയാണ് ആ ഒരു കുടുംബം മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ ഇടയായി തീർന്നത്. ഇന്ന് പരിഹാസങ്ങൾ ഉണ്ടാകുന്ന ഒത്തിരി കുടുംബങ്ങൾ, വ്യക്തികൾ, അവരെയൊക്കെ ആശ്വാസവാക്കുകൾ കൊണ്ട് നമുക്ക് അവരെ ചേർത്ത് പിടിക്കുവാനോ കൊച്ചു കൊച്ചു കൈത്താങ്ങലുകൾ കൊണ്ടോ നമ്മുടെ ചെറിയ സന്ദർശനങ്ങൾ കൊണ്ടൊക്കെ നമുക്കൊരു പക്ഷേ പലരെയും സഹായിക്കുവാനായിട്ടൊക്കെ സാധിക്കും. പക്ഷെ നമ്മൾ അതിന് ഉണ്ടോ? അതിന് നമ്മളുടെ മനസ്സ് ഇണങ്ങുന്നുണ്ടോ? അതിന് നമ്മളുടെ മനസ്സ്, ശരീരം എളിമപ്പെടാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഈ സമയത്ത്, ഈ വലിയ നോമ്പിൽ നമ്മൾ ഇതുപോലെയുള്ള സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഏതെങ്കിലും വിധത്തിൽ വേദനിപ്പിക്കാനോ കുറച്ചുകൂടി അവരുടെ അന്തസ്സിനെ കളങ്കം ചാർത്താനായിട്ടോ അവരെ ഒത്തിരി പ്രയാസത്തിലേക്ക് നയിക്കാനായിട്ടൊക്കെ ഇടയായിട്ടുണ്ടോ? അതോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു നല്ല ക്രിസ്ത്യാനിയുടെ അടയാളമായിട്ട് തീരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ക്രിസ്തു പറഞ്ഞില്ലേ, അടയാളങ്ങളുടെ ആരംഭമാണ് കാനാവിൽ. അങ്ങനെ ഒരു പരിഹാസം വരുന്നിടത്ത് നല്ലൊരു ക്രിസ്ത്യാനിയുടെ അടയാളമായി തീരാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ല നോമ്പ്? അതല്ലേ ഏറ്റവും നല്ല ക്രിസ്തുവിനോട് ചേർന്നുള്ള യാത്രയുടെ നല്ല ലക്ഷണങ്ങളെന്ന് തിരിച്ചറിയുവാൻ? ഇനി ഏതെങ്കിലും സന്ദർഭങ്ങൾ മനുഷ്യനല്ലേ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ദൈവതിരുസന്നിധിയിൽ നമുക്ക് താഴ്മയോടെ മാപ്പപേക്ഷിക്കാം. വ്യവസ്ഥ കൂടാതെ നമ്മുടെ തെറ്റുകുറ്റങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് കൂടുതൽ കൃപ തന്ന് അനുഗ്രഹിപ്പാൻ ഈ വചനം കേൾക്കുന്ന എല്ലാ മകനെയും മകളെയും ദൈവകരങ്ങൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാപൂർവം പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.